സ്പെഷ്യലാണ്. പുളിയിഞ്ചിയാണ് കൂട്ടുകാരെ. ആവശ്യം പച്ചമുളക്, കറിവേപ്പില, കടുക്, മഞ്ഞൾ, ഉലുവ, മുളകും പൊടി, ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഇനി ശർക്കര ഉരുക്കിയതും നാടൻ വാളൻ പുളിയും 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ലവണ്ണം ചട്ടി ചൂടാക്കുക. അതിലേക്ക് 4 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ ഉലുവ നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലവണ്ണം ബ്രൗൺ കളറിന് വരുന്നോളം ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അപ്പൊ നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇഞ്ചിപ്പുളിയാണിത്. ഇഞ്ചി നല്ലവണ്ണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ഇഞ്ചിപ്പുളിയും പറയും. എരിവനുസരിച്ച് വേണം പച്ചമുളക് ഇടാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. മുളകും പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിലത്തെ പുളി ഉപയോഗിക്കരുത്. നല്ല നാടൻ പുളിയാണ് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇഞ്ചിമേ നല്ലവണ്ണം മസാല ഒക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. നല്ല മണ്ണൊക്കെ വരുന്നുണ്ട്. ഇഞ്ചിപ്പുളി തന്നെയാണ്. ഇതിലേക്ക് നാടൻ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആക്കാരം ഇത്. അപ്പൊ ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് അടിക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നന്നായി ഇളക്കി കൊടുക്കണം. നമുക്ക് ശർക്കര ഉരുക്കിയത് പാർന്നു കൊടുക്കാം. ശർക്കര ഉരുക്കിയ വെള്ളം ഒഴിച്ചാൽ നന്നായി കുറുകും. നന്നായി ഇളക്കി കൊടുത്താൽ കുറുകി വരും. ഇത് നമുക്കിനി നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കാം. കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല തിളച്ച് മറിയുന്നുണ്ട്. നല്ല എണ്ണ തിളച്ച് മറിയുന്നുണ്ട്. നമുക്ക് നല്ലോണമായിട്ട് ഇളക്കി കൊടുക്കാം. ചിലതിൽ കുറുകാനായിട്ട് അരിപ്പൊടിയൊക്കെ ഇടും. ഞങ്ങൾ ഇതിൽ അരിപ്പൊടി ഇട്ടിട്ടില്ല. അരിമണി വറുത്ത് പൊടിച്ചിടലും ഉണ്ട്. ഞങ്ങളിത് രണ്ടും ചേർത്തിട്ടില്ല. നമ്മുടെ പുളിയിഞ്ചി നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം അത് കുറുകി വരുന്നുണ്ട് നമ്മുടെ പുളിയിഞ്ചി. ഇനി നന്നായി ഒന്ന് ഇളക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്താലുള്ള നല്ലവണ്ണം പുളിയിഞ്ചി കുറുകി വരുള്ളൂ. ഞങ്ങൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയതാണ് ഇത്. കൂട്ടുകാരെ, നമ്മളുടെ പുളിയിഞ്ചി നല്ലവണ്ണം നമ്മുടെ പുളിയിഞ്ചി കളറ് മാറി വരുന്നുണ്ട്. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. തീ കുറച്ച് നന്നാവെന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ പുളിയിഞ്ചി കുറുകി വന്നിട്ടില്ലെങ്കിൽ
ആയിട്ടില്ല. നമുക്ക് തീ ഓഫാക്കാം. നല്ല വെള്ളം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറോളം തണുക്കാൻ വെക്കാം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ചില്ലിലെ ഭരണിക്കാണ് ഇത് ഇട്ട് കൊടുക്കാനുള്ളത്. സാധാരണ ഭരണിയിൽ ഇട്ട് വെച്ചാൽ ഇത് കേട് വരും. ലൈക്ക് ചെയ്യുക, കമന്റ് അടിക്കുക, ബെല്ലേക്ക് അമർത്തുക.